മുതിർന്നവർ നമ്മളോട് പറഞ്ഞു തരും, എപ്പോഴും ഇങ്ങനെ കൂടെ കിടത്തിയും കയ്യിലെടുത്ത് ഉറക്കരുത് കേട്ടോ. അങ്ങനെ ഉറക്കി കഴിയുമ്പോൾ പിന്നെ എപ്പോഴും ഒരാൾ വേണ്ടി വരുമെന്ന്. പക്ഷെ ചില കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ആ ഒരാൾ വേണം. നമ്മൾ എത്ര അതിനോട് കലഹിച്ചിട്ടും കാര്യമില്ല. ആളുകൾ പറയുന്ന അഡ്വൈസ് നമ്മൾ കേൾക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് അത് പറ്റില്ല. അതിപ്പം നമ്മളിപ്പം പണ്ട് കൂട്ടുകുടുംബത്തിലൊക്കെ ആയിരുന്നപ്പോൾ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ എടുക്കുമായിരുന്നു, ഉറക്കി കിടത്തും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ 1-2 പേരൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞിന് ചിലപ്പോൾ നമ്മുടെ ചൂട് വേണമായിരിക്കും. ചിലപ്പോൾ നമ്മളൊന്ന് അടുത്ത് കിടത്തിയിട്ട് ചരിച്ചിങ്ങനെ പിടിച്ചിട്ട് ദേഹത്തോട് ചേർത്ത് വെച്ച് തട്ടുന്നതായിരിക്കും അതിന് കംഫർട്ടബിൾ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കിടന്നിട്ട് നമ്മുടെ ദേഹത്ത് കമത്തി കിടത്തുന്നതായിരിക്കും കംഫർട്ടബിൾ. അല്ലെങ്കിൽ നമ്മളൊരു ആം ചെയറിൽ, ഒരു ചാരുകസേരയിൽ ഇരുന്നിട്ട് നമ്മുടെ തോളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് തട്ടിക്കൊടുക്കുമ്പോഴായിരിക്കും കുഞ്ഞ് ഉറങ്ങുന്നത്. അങ്ങനെ ഉറങ്ങുന്ന കുഞ്ഞിനെ ചിലപ്പോൾ കട്ടിലിലോട്ട് കൊണ്ട് കിടക്കുമ്പോൾ അപ്പോഴേ അവനോളം ഉണരും. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ മനസ്സിലാക്കിക്കോ, അവൻ ആ ഒരു ചൂട്, ഉറങ്ങാനായിട്ട് ആ ചൂട് ആവശ്യമാണെന്ന്. നമ്മളിങ്ങനെ കുഞ്ഞിൻ്റെ ആ ഒരു സ്വഭാവത്തിനോട് കലഹിച്ച് നമ്മുടെ ഉറക്കം കളയേണ്ട ആവശ്യമില്ല. നമുക്കും ഈ കുഞ്ഞിനെ ഇങ്ങനെ ദേഹത്ത് വെച്ചുകൊണ്ട് നമുക്കും വേണേൽ ഒരു ഉറക്കം ഉറങ്ങാം. അതേസമയം അവൻ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉറക്കവും പോവും. സോ അതുകൊണ്ട് കുറച്ചൊരു ടച്ചൊക്കെ ആഗ്രഹിക്കുന്ന കുഞ്ഞുവാവയാണ് നിങ്ങളുടേതെങ്കിൽ അതങ്ങ് കൊടുത്തോ. അല്ലാണ്ട് അവർ നല്ലത് ഉദ്ദേശിച്ചാണ് പറയുന്നത് എല്ലാ കാലവും അത് വേണ്ടി വരുമെന്നൊക്കെ. എന്തായാലും നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ ഒക്കെ തന്നെ കുറച്ച് കാലം വരെയൊക്കെ കിടക്കത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു ടച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുഞ്ഞാണെങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം. അങ്ങനെ തന്നെ കുഞ്ഞിനെ ഉറക്കാൻ നോക്കുക. ആ കൂടെ നിങ്ങളും കൂടെ ഒരു ഉറക്കം അങ്ങ് ഉറങ്ങുക. അതേ ഇപ്പോൾ പറ്റുമല്ലോ. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ അമ്മമാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ മാറി മാറി ഇങ്ങനെ എടുത്ത് ഒരു ഉറക്കം ആ കുഞ്ഞിൻ്റെ കൂടെ അങ്ങ് ഉറങ്ങുക. ഒരു സൊല്യൂഷൻ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ പോലും ഇല്ല. ഒരു പ്രായത്തിലുള്ളതായിരിക്കത്തില്ല അടുത്ത പ്രായത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഉറക്കാൻ. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ എന്താണ് ആ കുഞ്ഞിൻ്റെ ശീലമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പറ്റും. നിങ്ങൾക്കേ പറ്റും. അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ കംഫർട്ടബിൾ സോൺ കൊടുത്തു കഴിഞ്ഞാൽ ഉറക്കം ഒരു കീറാമുട്ടി ആവാതെ നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോകാൻ കഴിയും.